നമസ്കാരം. വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്താണ് വിദേശ മലയാളികളുടെ ജീവിതം. നാട്ടിലെ പോലെ കൂട്ടുകുടുംബത്തിൻ്റെ ആനുകൂല്യമൊന്നും വിദേശ മലയാളികൾക്കില്ല. അതുകൊണ്ട് തന്നെ ആത്മീയതയ്ക്ക് പ്രസക്തിയേറുന്നു. വിശ്വാസവും ആത്മീയതയും വിദേശ മലയാളികളുടെ കുടുംബജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് യൂറോപ്പ് മലയാളി ജേണൽ ചർച്ച ചെയ്യുന്നത്. എവർക്കും സ്വാഗതം. അച്ഛൻ ഓസ്ട്രേലിയയിൽ വന്നിട്ട് വളരെ കാലമായോ? ഞാനിവിടെ വന്നിട്ട് 18 വർഷമായി. ഓക്കെ. പൊതുവേ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ആത്മീയത കൂടി വരികയാണോ അതോ ആൾക്കാർ പള്ളികളിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോവുകയാണോ? അതിന് രണ്ട് ഉത്തരം പറയാൻ സാധിക്കും. ഒന്ന്, ആത്മീയത എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള ആത്മീയതയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിനല്പം കുറവുകളുണ്ടായിട്ടുണ്ട്. ബാഹ്യമായ ആവിഷ്കാര മേഖലകളിൽ കുറവുകളുണ്ടാകുന്നുണ്ട്. പക്ഷേ ആത്മീയത വേറൊരു മാനം സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരാത്മാവ് ഉള്ളിലേക്ക് നമ്മളുടെ മാനുഷിക മൂല്യങ്ങൾ, അത് ദൈവത്തോടുള്ളൊരു ഓറിയൻറ്റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ്റെ ആ ബന്ധങ്ങൾ, ദൈവം മനുഷ്യൻ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഗുണനിലവാരം വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ബോധ്യം. അപ്പോൾ ഇപ്പോൾ പള്ളികളിൽ നമ്മുടെ ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ടോ അതോ വരുന്നവർ വരാതിരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഞാൻ ആ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങൾ. ഒന്ന്, ബാഹ്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നടത്താനും പള്ളികളിൽ ആരാധനയ്ക്കൊക്കെ വരുന്ന ആളുകളുടെ നമ്പർ യൂറോപ്പിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വരാതിരിക്കുന്ന ആളുകൾ വിശ്വാസത്തിൽ കുറവുള്ളവരോ അല്ലെങ്കിൽ ആത്മീയ ചൈതന്യം കുറവുള്ളവരോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിയുടെ ആത്മീയത എന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവനുള്ള മറ്റു മനുഷ്യരോടുള്ള തുറവി, ബന്ധം, ഈശ്വരോന്മുഖത, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ കുറവൊന്നും യൂറോപ്പിൽ ഉണ്ടായിട്ടില്ല. അച്ഛൻ ഓസ്ട്രേലിയയിൽ വന്നിട്ട് കുറച്ച് കാലമായോ അതോ ഇപ്പോൾ വന്നതേ ഉള്ളൂ? എൻ്റെ പേര് ജോഷി വെട്ടിക്കാട്ടിൽ. ഞാനിവിടെ യാക്കോബായ സഭയുടെ പള്ളിയിൽ പുതുതായിട്ട് വന്ന അച്ഛനാണ്. ഞാൻ വന്നിട്ട് 5 മാസം ആകുന്നേ ഉള്ളൂ. ഇവിടുത്തെ സംസ്കാരങ്ങളും ഇവിടുത്തെ നിലപാടുകളൊക്കെ കണ്ട് പഠിച്ച് വളരുന്നതേ ഉള്ളൂ. എങ്കിലും ഈ ഒരു കൊച്ചു സമൂഹമാണ് യാക്കോബായ സഭയ്ക്ക് ഇവിടെ ഉള്ളത്. എങ്കിൽ പോലും ഇവിടെ വന്ന നിമിഷങ്ങളിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒത്തിരി ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയോടൊക്കെ ബന്ധപ്പെട്ട് ആഴത്തിൽ പോകുന്ന ഒരു സമൂഹത്തെയാണ്. നാട്ടിൽ കാണുന്നതിനേക്കാളൊക്കെ വിഭിന്നമായിട്ട് ആത്മാർത്ഥമായിട്ട് ആരാധനകളോടും അല്ലെങ്കിൽ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്കാൾ കൂടുതൽ വിശ്വാസവും കമ്മിറ്റ്മെൻറ്റും ഇവിടെയുള്ള ഇപ്പോഴത്തെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, വളർന്നു വരുന്ന തലമുറകളിലാണെങ്കിൽ പോലും ആദ്യകാലങ്ങൾ വന്ന കുറച്ച് സമൂഹത്തിൽ അവർക്ക് ഇവിടുത്തെ പുതിയ അന്നത്തെ സാഹചര്യങ്ങളിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരിക്കും. അതുകൊണ്ട് മലയാള സംസ്കാരങ്ങളിൽ നിന്നൊക്കെ മാറി കുറച്ച് മലയാളം അറിയാത്ത കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വളർന്ന കുഞ്ഞു കുട്ടികളെല്ലാം അവരും കറക്റ്റ് മലയാളമൊക്കെ സംസാരിച്ച് ആ രീതി പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് വളർന്നത്. കറക്റ്റാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതെന്നും വളരെ വളരെ വ്യത്യാസമാണ് തോന്നിയത്. അന്ന് കുട്ടികളോട് മലയാളം സംസാരിക്കാനേ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ എല്ലാ കുട്ടികളും മലയാളം പറയുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അന്ന് ജർമ്മൻ ഭാഷ മാത്രം സംസാരിച്ച് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോയ ഒരുപാട് അവസരങ്ങളുണ്ട് കുട്ടികളുമായി. പക്ഷെ അതെല്ലാം മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും മാറിയിരിക്കുന്നു. കാരണം അത്രമാത്രം നമ്മുടെ വളർന്നു വരുന്ന തലമുറകളെ കുറിച്ചുള്ള ബോധ്യങ്ങളൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഇടയിൽ അവരുടെ ഉള്ളിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, അവർ വളർന്നതായ ആ വിശ്വാസങ്ങളും ആ ഒരു പാരമ്പര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ അത് കാത്തു സൂക്ഷിക്കാൻ തക്കവണ്ണം ഒത്തിരി പ്രതിസന്ധികൾ, പ്രത്യേക ഒരു ജോലി മേഖലയാണെങ്കിൽ പോലും കൃത്യമായ ഞായറാഴ്ചകളിൽ അത് ഓഫ് എടുത്ത് അതും എങ്ങനെയൊക്കെ ജോലി മാറ്റി കിട്ടാവോ അതിനുവേണ്ടി അവരുടെ കൈയും കാലൊക്കെ പിടിച്ചാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഞായറാഴ്ച പള്ളി വരുന്നുണ്ട്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ ഒരു ആരാധനയോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രവാസി ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു വിഷമം ഉള്ളത് കൊണ്ടാവോ ഇത്രയും കൂടുന്നതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു കാരണമായിരിക്കാം. കാരണം ഒരു നാട്ടിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ആ സമൂഹം നഷ്ടപ്പെട്ടു പോകുന്നു, എന്തെല്ലാമൊക്കെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഫീലിങ്ങുകളൊക്കെ ഒരു പക്ഷേ ആ ഒരു മലയാളികളെ ഒത്തിരി പീഡിപ്പിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ എവിടെയെല്ലാം മലയാളികൾ കൂടുന്ന ഒരു സമൂഹം ഉണ്ടോ അങ്ങോട്ടേക്ക് ഓടിയെത്താനുള്ള ഒരു സാഹചര്യം. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ വന്ന ഈ 5 മാസത്തിനിടയിൽ എവിടെ ഒരു മലയാള മുഖം കണ്ടാൽ ഓടിച്ചെന്ന് അവിടെ പരിചയപ്പെടുന്ന ഒരു അനുഭവമാണ് എൻ്റെ ഉള്ളത്. കാരണം എപ്പോഴും നമുക്ക് ആ നമ്മുടെ ഒരു സമൂഹത്തോട് ചേർന്ന് നിൽക്കാൻ തക്കവണ്ണമുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നുള്ളത് കൊണ്ട് തന്നെ അത് എവിടെയെല്ലാം കിട്ടുന്നു അത് ഉപയോഗിക്കുന്നു. അച്ഛൻ നാട്ടിൽ പള്ളിയിൽ പ്രവർത്തിച്ചതിന് ശേഷമാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്നൊന്ന് കമ്പയർ ചെയ്യണം. വിദേശ മലയാളികളും നാട്ടിലെ മലയാളികളും തമ്മിലൊരു വ്യത്യാസം തോന്നുകയാണെങ്കിൽ എന്തായിരിക്കും അച്ഛന് പറയാനുള്ളത്? വിദേശ മലയാളികളും നാട്ടിലുള്ള മലയാളികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിദേശ മലയാളികളായിട്ടുള്ളവർ കുറേയേറെ ഈ ഇവിടുത്തെ സംസ്കാരത്തിൽ ജീവിക്കുന്ന ലോക്കലായിട്ടുള്ള ആളുകളോട് തുറവിയും
ബന്ധവും അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൽ ഇഴുകിച്ചേർന്ന് പോകുന്നവരായതുകൊണ്ട് ഇവിടുത്തെ ആ മൂല്യ അധിഷ്ഠിതമായിട്ടുള്ള ആത്മീയത കുറേയും കൂടി സ്വീകരിച്ചുകൊണ്ട് വളരുന്നവരാണ് ഇവിടെ. നാട്ടിലുള്ള മലയാളികളെ സംബന്ധിച്ച് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ ആത്മീയ സംസ്കാര സമ്പന്നതയിൽ നിന്നുകൊണ്ട് വളർന്നു വരുന്നു. അവരുടെ ബാഹ്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, അമ്പലത്തിൽ പോവുക, ദേവാലയത്തിൽ പോവുക, മോസ്കിൽ പോവുക എന്ന് പറയുന്ന ആ ബാഹ്യമായിട്ടുള്ള മതത്തിൻ്റെ ആവിഷ്കാര രൂപങ്ങളെല്ലാം കൂടുതൽ അവർ താല്പര്യപൂർവ്വം നടത്തുന്നവരും സ്വീകരിക്കുന്നവരാണ്. ഇവിടെ ആ കാര്യങ്ങൾ മലയാളികളായതുകൊണ്ട് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെയും ഇവിടുത്തെ ആ ആത്മീയതയുടെ ആ ഉൾ സംസ്കാരം എന്ന് പറയും, അതിൻ്റെ സ്വാധീനം കുറേയേറെ മലയാളികളിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ രണ്ടാം തലമുറ മുതലുള്ള യുവതിവാക്കന്മാരിൽ ആ കാര്യങ്ങൾ കൂടുതൽ കാണുന്നുണ്ട്. ഇവിടുത്തെ ഒരു കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ചെയ്യാൻ പറ്റാവുന്ന പറഞ്ഞാൽ നമ്മൾ അതിനെ പരിപോഷിപ്പിക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ. നല്ല കാര്യങ്ങൾ പരിപോഷിപ്പിക്കുക, അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല. അതായത് മൂല്യബോധം, മാനുഷിക മൂല്യങ്ങളാണ് എല്ലാ മതങ്ങളുടെയും ആധാരമായിട്ടുള്ള കാര്യങ്ങൾ. ആ മാനുഷിക മൂല്യങ്ങൾക്ക് തന്നെ നമുക്കൊരു ദൈവികമായിട്ടുള്ള മാനമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ എല്ലാ മതങ്ങളിലും ഉള്ള വിശ്വാസത്തിൻ്റെ ആധാരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈശ്വരോന്മുഖത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മനുഷ്യൻ ആഴപ്പെട്ട് വരുമ്പോൾ, ആ ഉൾക്കാഴ്ചയിൽ മനുഷ്യൻ വളർന്നു വരുമ്പോൾ, അത് നമ്മളുടെ സമഭാവന, മറ്റു മനുഷ്യരോടുള്ള സ്നേഹം, കരുണ, സോളിഡാരിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരോപകാര പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള സന്മനസ്, ഇതിലൂടെയൊക്കെ ആവിഷ്കൃതമാകുന്ന മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായൊരു മനുഷ്യജീവിതം സമ്പന്നമായി വളർന്നു വരിക എന്ന് പറയുന്ന ആധ്യാത്മികതയുടെ വലിയൊരു കാര്യമാണ്. അതിന് നമ്മുടെ ഇവിടെ വളർന്നു വരുന്ന നമ്മുടെ സെക്കൻഡ് തലമുറ മുതലുള്ള മലയാളികളുടെ മക്കളായിട്ടുള്ള യുവതിവാക്കന്മാരിൽ ആ ബോധമുണ്ട്, ആ ബോധം വളർന്നു വരുന്നുണ്ട്. നമ്മളത് പരിപോഷിപ്പിക്കാൻ കൂടി പരിശ്രമിക്കുന്നു. ആത്മീയതയെ നമുക്ക് 4 ആയിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. 4 ബന്ധങ്ങളായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്ന് ദൈവത്തോടുള്ള ബന്ധം, ഒന്ന് മനുഷ്യനോടുള്ള ബന്ധം, മൂന്നാമത് പ്രകൃതിയോടുള്ള ബന്ധം, നാലാമത് എന്നോട് തന്നെയുള്ള ബന്ധം. ഈ 4 ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുമ്പോഴാണ് ആത്മീയതയ്ക്ക് അർത്ഥമുണ്ടാകുന്നത്. ഞാനിവിടെ വന്നിട്ട് 2.5 വർഷമായപ്പോൾ ഞാൻ കാണുന്നൊരു കാര്യം, നമ്മുടെ പ്രവാസി മലയാളികളുടെ കുടുംബത്തിൽ ശരിക്കും ഒരു സ്ട്രഗിൾ നടക്കുന്നുണ്ട്. അതായത് അവിടെ മാതാപിതാക്കൾ കേരളത്തിൽ നിന്ന് അവർക്ക് പൈതൃകമായി കിട്ടിയ ഒരു സംസ്കാരത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജനിച്ചു വളരുന്ന കുട്ടികളിലേക്ക് അത് അടിച്ചേൽപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരോടത് ഫോളോ ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു സംഘർഷമുണ്ട്. കാരണം അവർ കുടുംബത്തിൽ മാത്രം നമ്മുടെ സംസ്കാരവും പുറത്തോട്ടിറങ്ങുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സംസ്കാരവും ഒന്ന് ചേർന്നുള്ള ഒരു സംഘർഷം ഈ കുട്ടികളുടെ മനസ്സിലുണ്ട്. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ എക്സ്പെക്റ്റ് ചെയ്യാൻ, അല്ലെ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ മക്കൾ ഞാൻ വളർന്ന സംസ്കാരത്തിൻ്റെ പൈതൃകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നാണ്. പക്ഷേ നമ്മളൊരു രാജ്യത്തായിരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളുവാൻ, നല്ലതിനെ ഉൾക്കൊള്ളുവാനായിട്ട് ചീത്തയെ തള്ളിക്കളയുവാനായിട്ടുള്ള പരിശ്രമം കൂടി, അല്ലെങ്കിൽ അതിനും കൂടി അവസരങ്ങൾ കുട്ടികൾ കൊടുക്കണമെന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ ഒരു സംഘർഷം നമ്മുടെ കുട്ടികളിൽ വലിയ വിപത്തുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ മാതാപിതാക്കളും ചിന്തിക്കുന്ന, എൻ്റെ മക്കൾ ഒരു മലയാളിയെ വിവാഹം കഴിക്കണമെന്നാണ്. ഞാൻ പറയുന്ന തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ പോലെ നാം ചൂണ്ടിക്കാണിക്കുന്ന ആളെ വിവാഹം കഴിക്കും. പക്ഷേ ഇവിടുത്തെ സംസ്കാരം അനുസരിച്ച് ഒരു കുട്ടി വളർന്ന് 18 വയസ്സാകുമ്പോൾ അവന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തുവാനായിട്ട് ഒരു മാതാപിതാക്കൾക്കും അധികാരമില്ല ഇവിടുത്തെ. പക്ഷേ ഒരു ഉൾക്കാഴ്ച, തുറന്ന മനസ്ഥിതി, അല്ലെങ്കിൽ തുറന്ന ഉൾക്കാഴ്ച ഇന്ന് പലപ്പോഴും മാതാപിതാക്കളും മക്കളും തമ്മിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ആദ്യം വന്നിരുന്ന മലയാളി സമൂഹങ്ങൾ അവർ കുടുംബം കെട്ടിപ്പടുത്തുന്നതിനായിട്ട്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടാക്കുന്നതിനായിട്ട് പരിശ്രമിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ സംഭവിച്ചു. പലപ്പോഴും കുട്ടികൾ അപ്പനെയും അമ്മയും ഒരുമിച്ച് കാണുന്ന അവസരങ്ങൾ കുറവായിരുന്നു. അതുതന്നെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന കൺസെപ്റ്റ് ഈ കുട്ടികളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് തിരിച്ചറിഞ്ഞ് വന്നപ്പോഴേക്കും കുട്ടികൾ ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇവരെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുമ്പോൾ കുടുംബങ്ങളിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ട്. അത് ഇപ്പോൾ വളരെ ശക്തമായിട്ട് നമ്മുടെ സമൂഹങ്ങളിൽ കാണുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതിൽ, തുറന്ന ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതിൽ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കണമെന്ന ഒരഭിപ്രായക്കാരനാണ് ഞാൻ.
സംബന്ധിച്ചോളം ഞാനിവിടെ വന്നിട്ട് 31 വർഷമായി. അന്ന് ഇവിടെ വന്നപ്പോൾ നമുക്ക് മലയാളം കുർബാനയൊക്കെ വളരെ കുറവാണ്. അന്ന് മലയാളം കുർബാന ഉണ്ട്, കുറവാണ്. പിന്നെ അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരു പ്രാവശ്യം ജർമ്മൻ കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നു, ഇംഗ്ലീഷ് കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നു, മലയാളം കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ തന്നെ കൺഫ്യൂസ്ഡാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. ഇന്നിവിടെ ഹോസ്റ്റലിലുള്ള എല്ലാ കുട്ടികൾക്കും വളരെ വളരെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ തണ്ടപ്പള്ളി വന്ന പിന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാഷയിൽ മനസ്സിലാകുന്ന ഭാഷയിൽ, അവരുടെ കാരണവന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എല്ലാം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച വിശ്വാസം ഇവയെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ഫീലിങ്ങോടുകൂടി പറഞ്ഞു കൊടുക്കാനും അത് മനസ്സിലാക്കുവാനും അവർ കഴിയുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിലിച്ചിരി പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫ് അങ്ങനെയായിരുന്നു ഇവിടെ തുടങ്ങിയത്. പക്ഷേ എൻ്റെ കുട്ടികളെ ഞാൻ വിശ്വാസം എന്താണെന്നും അതനുസരിച്ച് ജീവിക്കണമെന്നും എന്ന് പറഞ്ഞാൽ വഞ്ചനയില്ല, നുണ പറയരുത്, മറ്റുള്ളവരോട് സഹതാപം കാണണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ക്രിസ്തീയ രീതിയിലുള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് അവരത് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചൊക്കെ ഇവിടെ ജീവിക്കുമ്പോഴത്തോളം കാലം നമ്മുടെ കുട്ടികളെ നമുക്ക് ഒത്തിരി കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ മനോവേദന നമുക്കുണ്ട്. കാരണം നമ്മൾ ജനിച്ചു വളർന്ന രാജ്യവും നമ്മുടെ വിശ്വാസവും നമ്മുടെ കൾച്ചറും വേറെയാണ്. എന്നെ സംബന്ധിച്ചോളം നമ്മൾ ഒത്തിരി വളരെയധികം സ്ട്രെങ് ആയിട്ട് പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. നല്ലതെന്ത് ചീത്തതെന്ത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി അവരെ ആ രീതിയിൽ കൊണ്ടുപോകാനുള്ള അറിവാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട തണ്ടപ്പള്ളി അച്ഛനും ഇവിടെയുള്ള ജൂഗൻഡിന് അവരുടെ സൈക്കോളജി അനുസരിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, അതനുസരിച്ച് പെരുമാറാറുണ്ട്. അതൊക്കെ വളരെ വളരെ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ആത്മീയതയിൽ കൂടെ വരുന്ന ആൾക്കാർക്ക് കരുണ കൂടും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിൽ പല നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പലരും പറയാറുണ്ട്, യൂറോപ്പിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ആ ബാഹ്യമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. പക്ഷേ അതിനും വേറൊരു പോസിറ്റീവായിട്ടുള്ള വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്പിലുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയുള്ള ആ കമ്മിറ്റ്മെൻറ്റ് പലപ്പോഴും മറ്റു സ്ഥലങ്ങളിൽ പ്രകടമായിട്ടുള്ള ആത്മീയ ആവിഷ്കാരങ്ങൾ നടത്തുന്ന മേഖലകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. മില്യൺ കണക്കിന് യൂറോയാണ് ഇവിടെ പള്ളി പോകാത്തവരും മതത്തിൻ്റെ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ ചെയ്യാത്തവരും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന പരോപകാര പ്രവർത്തികളുടെ സംഭാവന എന്ന് പറയുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്തെങ്കിലും വേദനയും ദുഃഖമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ അന്ന് വാങ്ങിക്കാനായിട്ട് ബ്രെഡ് വാങ്ങിക്കാനായിട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന തുകയുടെ ഒരു ഭാഗം എടുത്തു കൊടുക്കുന്ന ഒരു മനസ്സിൻ്റെ തുറവിയും ഒരു അവരുടെ ഉള്ളിൻ്റെ ഒരു സമ്പന്നതയും സന്നദ്ധതയും ഒക്കെ വലിയ സമ്പത്താണ് യൂറോപ്പിൻ്റെ. അത് തന്നെ മറ്റൊരു ആത്മീയതയാണെന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ? ഇല്ല, നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഇല്ലെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയത ആ രീതിയിൽ വളരണം. അതായത് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ടെക്നിക്കൽ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന ബാഹ്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്ക് അതീതമായ രീതിയിൽ ആത്മീയത നമ്മുടെ അന്തരാത്മാവിലേക്ക് വന്ന് ആത്മാവിനെ ഉണർത്തി അഹം ബ്രഹ്മാസ്മി നമ്മൾ പറയുന്ന അന്തരാത്മാവിൽ നിലകൊള്ളുന്ന ഈശ്വരഭാവവും തുറവിയും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ആത്മീയതയിൽ വളരണമെന്നുള്ളതാണ് ശരിക്കും ആത്മീയതയുടെ വളർച്ച എന്ന് പറയുന്നത്. അതിന് യൂറോപ്പ് തയ്യാറാണ്, യൂറോപ്പിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണത്. പ്രത്യക്ഷമായിട്ടുള്ളതാണ് അവരുടെ ആ സംഭാവനകൾ. ചാരിറ്റബിൾ മേഖലയിൽ ഈ വെസ്റ്റേൺ യൂറോപ്പിൽ ഉള്ള ആളുകൾ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു സിഗ്നൽ. യൂറോപ്പിലെ ആത്മീയത കെട്ടുപോയിട്ടില്ല എന്നുള്ളതും അത് സജീവമായിട്ട് സമ്പന്നമായിട്ട് ഇന്നും ജ്വലിച്ച് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണത്. അപ്പോൾ ഈ പള്ളിയിൽ ആൾ കുറഞ്ഞു എന്നുള്ളതല്ല, പള്ളിയിൽ ആൾ കുറഞ്ഞു എന്ന് പറയുന്നത് അത്ര പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം പള്ളിയിൽ ആളുകൾ കുറഞ്ഞ് വരുന്നത് അത് ഇപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതിന് വേറൊരു മാനമുണ്ട്. ജനറലായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ യു കെയിലൊക്കെ ആണെങ്കിൽ മലയാളികളുടെ എണ്ണം കൂടി പള്ളിയിൽ വരുന്നത്, പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു എന്നാണ് വസ്തുതകൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും അച്ഛൻ പറഞ്ഞു വരുന്നത് അവരുടെ പള്ളിയിൽ വരുന്നില്ലെങ്കിലും അവർ ആത്മീയമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും എത്രയോ നല്ല മനുഷ്യരാണ്. ഇപ്പോൾ പള്ളി വരാത്തവരാണെങ്കിലും ഇപ്പം ഈശ്വരവിശ്വാസം ഇല്ലാത്തതായിട്ടുള്ള ഒത്തിരി പേരെ എനിക്കിവിടെ അറിയാം. ഞാൻ അവരായിട്ട് വളരെ പ്രത്യക്ഷമായ ഡയലോഗും കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്നവരാണ്.
യഥാർത്ഥത്തിൽ എനിക്ക് പോലും പ്രയാസമല്ല, ഒരു ചമ്മൽ ഉണ്ടാകുന്ന രീതിയിൽ അതിനേക്കാൾ എത്രയോ സമ്പന്നരാണ് അവരുടെ മനസ്സിൻ്റെ മാനസികമായിട്ട് മറ്റൊരു മനുഷ്യരോടുള്ള തുറവി, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ അവർ എന്തും ചെയ്യുന്നു. അപ്പോൾ ഈ യൂറോപ്പിലുള്ള ഒരാളോട് ഒരു വഴി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വഴി കാണിച്ചു തന്ന ആ വഴിയുടെ നമുക്ക് എവിടെ വരെ ചെല്ലാൻ ആഗ്രഹിക്കുന്നു അവിടെ വരെ അവർ ഇതാണ് യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ ഒരു തുറവിയും സമ്പന്നതയും എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മീയത ആ ഒരു മാനുഷിക സമ്പന്നതയിലേക്ക് നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള രീതിയിൽ ഉപരിവിപ്ലവമായിട്ട് തന്നെ ആത്മീയതയും വിശ്വാസവും ആ ലെവലിൽ നിന്ന് പോകും. ഇപ്പോൾ മലയാളികൾ കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലാണെങ്കിൽ നമ്മൾ ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്ക് മോസ്കിലേക്കും ഒക്കെ ആരാധനയ്ക്ക് പോകുന്നു എന്നുള്ളതൊക്കെ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ശരീര സംസ്കാരത്തിൻ്റെയും പക്ഷേ ഇതും കൂടെ ചെയ്യുന്നില്ലെങ്കിൽ ഇതിലേക്ക് നയിക്കണം, ഇതിലേക്ക് നമ്മളെ വളർത്തണം, അതിലേക്ക് കൊണ്ടുവരണം. കാരണം അതിലൂടെയാണ് നമ്മൾ ഈശ്വരൻ്റെ മുഖഭാവങ്ങളും ഈശ്വരൻ്റെ സ്പന്ദനങ്ങളും ഒക്കെ നമ്മൾ തന്നെ നമ്മുടെ അന്തരാത്മാവിൽ അനുഭവിക്കുന്നതും അനുഭവിക്കുന്ന ആ ചലനങ്ങളുള്ള മനുഷ്യരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതും. നന്മയിലൂടെയാണ് നമ്മൾ ആത്മീയതയിൽ വളർന്ന് മറ്റുള്ളവരെ തിരിച്ചറിയാനും അവരെ സഹായിക്കാനും സാധിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ഒരു ഉൾക്കാഴ്ച. നിങ്ങൾ ഇൻ്റർനെറ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു സാമാന്യ സ്പീഡിൽ എല്ലാ ചാനലുകളും നല്ല പിക്ചറും നല്ല സൗണ്ടിലും നിങ്ങളുടെ ടെലിവിഷനിൽ തന്നെ കാണാവുന്ന സെറ്റപ്പ് ബോക്സുകളുണ്ട്. യുകെയിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ ട്രാവൽ ഏജൻസി ആനന്ദ് ട്രാവൽസ്. 29 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ആനന്ദ് ട്രാവൽസ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ തന്നെ, നമ്മുടെ തോമസ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ, ഞാൻ ഈ യൂറോപ്പിൽ വന്നിട്ട് 33 വർഷം. എനിക്ക് ഒത്തിരി ഓസ്ട്രിയൻ ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചിലയിടത്ത് കാരണം നമ്മളെക്കാട്ടി കൂടുതൽ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത് അവരാണ്. മനസ്സിലായില്ലേ? നമ്മളിപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവർ കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നു. ഒരു സാധനം അവർ കട്ടെടുക്കുന്നില്ല, അവർ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളോർക്കും ഏതാണ് സത്യം, ഏതാണ് ജീവിതം, ഏതാണ് വിശ്വാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും അവരോട് നമ്മൾ പലപ്പോഴും പറയും വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യരുതെന്ന് പറയും. പക്ഷെ അതിലൊരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞത് തന്നെ സത്യസന്ധത. അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അവരവരുടെ ജോലി ചെയ്യുന്നു, കാശ് വാങ്ങുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ ഇന്ത്യയിൽ കൊണ്ടുപോയി. എൻ്റെ 3-4 ഫാമിലിയാണ് പുള്ളി സഹായിച്ചിട്ടുള്ളത്. ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിച്ചിട്ടുള്ളതാണ് അവരെ നല്ല നിലയിലാക്കിയത്. വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ. അങ്ങനെ 4 ഫാമിലിയെ ഞാൻ നാട്ടിൽ കൊണ്ടുപോയി പാവങ്ങളെ സഹായിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നാട്ടിലൊക്കെ ചെല്ലുമ്പം എന്നോട് ഞാൻ പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു എന്തോ ഒരു നല്ല ആത്മീയതയാണ്, ഇതൊക്കെ കണ്ടിട്ട് വളരെ വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതുപോലെ എനിക്കൊരു അയലോക്കം കാര്യമുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാണ് ഫ്രണ്ട്ഷിപ്പ് എന്താണ്, വിശ്വാസം എന്താണെന്ന് ഞങ്ങൾക്ക് പഠിച്ചു തന്നു. അങ്ങനെയൊക്കെ നമ്മളിൽ നിന്ന് അവർ ചില കാര്യങ്ങൾ അല്ല അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് വിദേശത്ത് വന്നാൽ നമ്മളിൽ നിന്ന് അവർക്കും പഠിക്കാനുണ്ട്, അവരിൽ നിന്ന് നമുക്കും പഠിക്കാനുണ്ട്. ഞാൻ വന്നിട്ട് 34 വർഷമായി. ഇവിടെ വന്ന് കുറച്ചു കാലം പള്ളിയിലൊക്കെ ജോലി ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ചും ഓസ്ട്രേലിയൻ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിക്കാനിടയായി. കൂടാതെ ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഹിസ്റ്ററിയൊക്കെ നമ്മുടെ മത്തുര ലെവലിലൊക്കെ പരീക്ഷ എഴുതിയ കാരണം പഠിക്കാൻ പറ്റി. ഈ ഓസ്ട്രേലിയയിലെ ആൾക്കാരുടെ പള്ളിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? പള്ളിയിലുള്ള അവരുടെ ആൾക്കാരുടെ വരവ് പണ്ട് നേരത്തെ വന്നിരുന്ന അത്രയും ആൾക്കാർ ഇപ്പോൾ വരുന്നില്ല എന്നുള്ള, അത് യൂറോപ്പിൽ മൊത്തം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നാണ് ഇഷ്യൂ ഉള്ളതാണ്. അത് തന്നെ. അതുകൊണ്ട് പല പള്ളികളുടെയും പ്രവർത്തനങ്ങൾ തന്നെ അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടും കുറവായതുകൊണ്ട് പല പള്ളികളും മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഡയസിസ് രൂപത, ഇവിടുത്തെ അതിരൂപത അതിന് പറ്റിയ പോളിസികളൊക്കെ ഉണ്ടാക്കി പല പാരിഷുകൾ ഒരുമിച്ചാക്കാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ലെവലിൽ ആസ്പെക്റ്റിൽ ആൾക്കാരുടെ വരവ് കുറവാണെങ്കിലും അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാൻ, ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്. പിന്നെ 1-2 കാര്യങ്ങളുള്ളത്, ഇവിടുത്തെ 2 ലോകമഹായുദ്ധങ്ങളും ഓസ്ട്രേലിയയുടെ മണ്ണിൽ നിന്ന് വന്നിട്ടുള്ളതാണ്.
അതുകൊണ്ട് യുദ്ധത്തിൻ്റെ ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിച്ചത് ഇവരാണ്. അപ്പോൾ അത് വിശ്വാസത്തെയും അതുപോലെ ഇവരുടെ ജീവിതത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നുപോയി, നമ്മുടെ സംസാരങ്ങളിൽ നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി വിഷമിച്ച് കഷ്ടപ്പെട്ട് ആ കാലങ്ങളിൽ ഭക്ഷണമൊന്നുമില്ലാതെ ജീവിച്ച കുറേ മനുഷ്യരുണ്ട്. അതുകൊണ്ട് അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് പലതരത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള കഠിനാധ്വാനം കൊണ്ടാണ് ഇന്ന് ഓസ്ട്രിയ EU-ലെ രണ്ടാമത്തെ സാമ്പത്തിക നിലയുള്ള രാജ്യമായിട്ട് നിൽക്കുന്നത്. പ്രവാസിയായി വരുന്ന മലയാളികളുണ്ടല്ലോ, അവരും ആത്മീയതയും തമ്മിലുള്ള ബന്ധം ഇപ്പം എന്താണ് താങ്കൾക്ക് തോന്നാറുള്ളത്? അന്ന് തൊട്ടേ പള്ളിയിൽ പോകുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക. നാട്ടിലത്തെ അതേ ഫീലിംഗ് തന്നെ, അതേ ഇത് തന്നെ ഇവിടെ തുടരണം എന്നുള്ള ആശയത്തിലാണ് ഇവിടെ പുതുതായിട്ട് വരുന്ന ആൾക്കാരുടെ മനോഭാവം. അതുകൊണ്ട് തന്നെ പള്ളി എവിടെയാണ്, കുർബാന എവിടെയാണ്, അങ്ങനെയുള്ള അന്വേഷിച്ച് അതനുസരിച്ച് പോകാനായിട്ടുള്ള ഒരു താല്പര്യമാണ് സാധാരണ കാണാറുള്ളത്. 34 വർഷം മുമ്പ് പള്ളിയിലുമായിട്ട് ബന്ധപ്പെട്ട ആളല്ലേ. അപ്പോൾ അന്ന് നമ്മൾ അച്ഛന്മാർ പബ്ലിക്കുമായിട്ട് അല്ല വരുന്ന വിശ്വാസികളുമായിട്ട് സംവേദനം ചെയ്യുന്ന ഇതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇപ്പോൾ അന്ന് വ്യത്യാസം വന്നു വെച്ചാൽ അന്ന് ഇപ്പോഴത്തെ പോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഇല്ലായിരുന്നത് കൊണ്ട് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ലോക്കലായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന അച്ഛന്മാർ അവിടെ 1-2 ഗ്രൂപ്പുകളായിട്ട് എല്ലാ ഞായറാഴ്ച മാസത്തിൽ 1 പ്രാവശ്യം കൂടി മലയാളം കുർബാനയൊക്കെ ആയിട്ടുള്ള ഒരു അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി സംഗതി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇനിയിപ്പോൾ വരുന്ന ആൾക്കാർ അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അന്ന് അങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലയാളികളുടെ ഈ സ്വഭാവത്തിൽ എവിടെയായാലും അസോസിയേറ്റ് ചെയ്യുക, മറ്റു ഗ്രൂപ്പ് കൂടുക, ഒന്നിച്ചായിരിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന ആ കാലം മുതൽ അസോസിയേഷൻ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അന്ന് പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലീഡർഷിപ്പ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്ന് മലയാളിക്ക് സ്വതസിദ്ധമായിട്ടുള്ളതായതുകൊണ്ട് അപ്പോൾ അതൊരു ടെൻഡൻസി ഈ അഗ്രിഗേഷൻ മെന്റാലിറ്റിയെ ബാധിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഇത്തരം കൂട്ടായ്മ കൊണ്ട് നമുക്ക് പ്രവാസികളാണെങ്കിലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകുടുംബത്തിൻ്റെ ഒരു പോരായ്മ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്നിരുന്നാലും അതിൽ നിന്നെല്ലാം ആ വിഷമങ്ങളിൽ നിന്നെല്ലാം മാറി നമ്മളുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും എന്നാണ്. തീർച്ചയായിട്ടും അതെ. കാരണം നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ ഈ ഇന്നലെ തന്നെ ഞാൻ ഒരു വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഒരു പിതാവ് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഭവനങ്ങളിലാണെങ്കിൽ ഞാനൊക്കെ കേട്ട് പഠിച്ചത് എൻ്റെ വല്യപ്പനും വല്യമ്മയും പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ വല്യപ്പനും വല്യമ്മയും ഇല്ല. ഇവിടെ ഇപ്പം ഞങ്ങളാണ് എല്ലാം. ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു അപ്പനോ അല്ലെങ്കിൽ അമ്മയോ നിർബന്ധപൂർവ്വം വീട്ടിലുണ്ടായിരിക്കണം, മക്കൾ വീട്ടിലുണ്ടെങ്കിൽ. അതുകൊണ്ട് അവരൊരു ആ ഒരു സാഹചര്യങ്ങളിലാണ് മക്കൾ വളർന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ പ്രവാസികൾക്കുണ്ടെന്ന് പറയുന്നത്. അമ്മയുടെ അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയോ ഒന്നും ഇല്ലാതെ ആണ് ഈ കുട്ടികൾ വളരുന്നത്. അവരുടെ അമ്മാമ്മയുടെ പാപ്പന്മാരുടെയോ ഒരു ലാളനം അവർക്ക് വളരെ അപൂർവം നാട്ടിൽ പോകുമ്പോൾ 2 ആഴ്ചയോ 1 വർഷത്തിൽ 2 ആഴ്ചയോ ആണ് കിട്ടുന്നത്. അത് ഏറ്റവും ഇല്ലാതെ പോകുന്നത് പ്രവാസികൾക്കാണ്. തീർച്ചയായിട്ടും. പക്ഷേ മറ്റ് പ്രവാസികൾ വിഭിന്നമായിട്ട് ഈ യൂറോപ്പ് മേഖല, പ്രത്യേകിച്ച് വിയന്നയിൽ കാണുന്നത് എല്ലാവർക്കും കുടുംബമായിട്ട് താമസിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഗൾഫ് കൺട്രീസിനാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്നതായ സമൂഹത്തിനാണ് കൂടുതൽ. പക്ഷേ അവിടെ നിന്ന് വിഭിന്നമായിട്ട് ഒരു കുടുംബം എങ്ങനെയാണോ അതുപോലെ താമസിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെ കിട്ടിയിരിക്കുന്നു. അത് മലയാളികൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് അത് കുഞ്ഞുങ്ങളിൽ ഒത്തിരി പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇനി വളർന്ന ചെറിയ തലമുറകളിലൊക്കെ നമ്മുടെ സംസ്കാരം അതുപോലെ തന്നെ അവർ ആഴത്തിൽ നേടിയെടുക്കാൻ തക്കമുള്ളതായ വലിയൊരു ആകാംക്ഷകളും ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കാണുന്നു എന്നുള്ളത് തന്നെ അവരതിനെ നോക്കി കാണുന്നതിൻ്റെ ഒരു ഭാഗമാണത്. ഞാൻ വന്നിട്ട് 35 വർഷമായി. അപ്പോൾ നല്ലൊരു ചേഞ്ചസ് കാണാൻ കഴിഞ്ഞു 35 വർഷത്തെ ചേഞ്ചസ് അല്ലേ. പക്ഷെ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വർക്ക് ചെയ്തിരുന്നത്. സ്വന്തം ഫാമിലിയെ നോക്കിയിരുന്നില്ല, നേരെ നാട്ടിലുള്ളവരെ. അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുടുംബ ബന്ധം കൊച്ചുങ്ങളെ നോക്കാനുള്ള ബുദ്ധിമുട്ടും പലതുമായി വന്നപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അന്ന കാലത്ത് ഉണ്ടായിരുന്നു. മലയാളം കുർബാന കാണാന്ന് വെച്ചാൽ പറഞ്ഞ പോലെ മാസത്തിൽ 2 എണ്ണം ഞായറാഴ്ച നമ്മൾ കുർബാനയ്ക്ക് പോകാൻ പറ്റാന്നുള്ളത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം എന്താ വെച്ചാൽ ജോലി കാര്യങ്ങൾ. അപ്പോൾ ഇടവസങ്ങളിൽ ഏതെങ്കിലും ജർമ്മൻ പള്ളികളിൽ കയറി കുർബാന കാണും. പക്ഷെ അന്നത്തെയും ഇന്നത്തെയും വെച്ച് നോക്കുമ്പോൾ ആനയും കൊതെന്ന് പറയും. ആ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ മക്കൾക്ക് തന്നെ മലയാളം അന്ന് കാലത്ത് പഠിപ്പിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇന്ന് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് സംസാരിക്കാനായിട്ട്. പക്ഷേ താണ്ടപ്പള്ളി അച്ഛൻ വന്നതിന് ശേഷം ഇവിടെ വളരെയധികം പുരോഗമനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കരളി നികേതൻ സ്കൂളും വേദപാഠം ക്ലാസ്സുകളും തുടങ്ങിയതിന് ശേഷം വളരെയധികം ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും കുട്ടികളതിൽ വന്ന് പങ്കെടുത്ത് മാതാപിതാക്കന്മാരും ഒരുമിച്ച് അതുകൊണ്ടുള്ള ഒരു കൂട്ടാരാധന എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു മാറ്റം അന്നത്തെ ഇന്നത്തെ അപേക്ഷിച്ച് എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ആത്മീയതയും വിദേശ മലയാളികൾക്ക് ആത്മീയത കൊണ്ട് കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പറയും താങ്കൾ? ഞാനത് 2 ഇതിൽ പറയും. ഞാൻ വന്ന സമയത്താണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെയധികം തൃപ്തനാണ്.
അത് ഇത്രയും 35 വർഷം കഴിഞ്ഞ് നമ്മൾ ജീവിതമെല്ലാം സെറ്റിലായി അതുകൊണ്ടാണോ അതോ പുതുതായിട്ട് വരുന്നവർക്കും ഇത് തന്നെയാണോ? അതല്ല ഇപ്പം ഇന്നത്തെ ആയിട്ടുള്ള ആ ഡിഫറൻസ് വളരെയധികം ഇതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളിയെ കാണാൻ തന്നെ ബുദ്ധിമുട്ട് ഇന്ന് എവിടെ നോക്കിയാലും നമുക്ക് ധാരാളം മലയാളികൾ വിയന്നയിൽ കിട്ടുന്നുണ്ട് അല്ലേ? അതൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.